ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ ചീരപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചീരപ്പേരിക്ക് എന്താ ഇത്ര പ്രത്യേകത? എല്ലായിടത്തും ചീരയൊക്കെ കിട്ടണല്ലേ എന്നല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. എന്നാൽ ഈ ചീരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ പ്രത്യേകത, ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ അനിയൻ്റെ അടുത്ത് അച്ഛനും അമ്മയും കൊടുത്തു വിട്ടിട്ടുള്ള ചീരയാണ്. പിന്നെ ഇത് അധികം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വേലിയരികിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ വീട്ടിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചീര. ഇതിന് പ്രഷർ ചീര എന്നും മധുര ചീര എന്നും ഇംഗ്ലീഷ് ചീര എന്നൊക്കെ ചിലയിടത്ത് പറയാറുണ്ട്. ഇതിൻ്റെ ഇല ഇതാ ഇങ്ങനെ ഇരിക്കും. കറിവേപ്പിൻ്റെ ഇലയോട് സാദൃശ്യമുള്ള ഒരു തരം നീളത്തിലൊരു ഇലയാണ് ഇതിന്. ഹൈസ്കൂളിലും +1 +2 പഠിക്കുന്ന സമയത്ത് വീട്ടിലെങ്ങാനും അമ്മ നമുക്ക് ഇഷ്ടമില്ലാത്ത കറികളൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഓടി പോവായിരുന്നു വേലിയരിക്കിലേക്ക്. എന്നിട്ട് ഈ ചീര പൊട്ടിച്ചുടന്നിട്ട് ഉപ്പേരി വെക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എനിക്കിത് പൊട്ടിക്കാനോ കറി വെക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം അമ്മോട് പറഞ്ഞതാണ് അനിയൻ വരുമ്പോൾ കുറച്ച് കൊടുത്തേക്കാൻ. അവരൊന്നും മറക്കാതെ കൊടുത്തുവിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇലക്കറികളിൽ ഒന്നാണിത്. ഇതൊക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ രുചി മാത്രമല്ല, കുട്ടിക്കാലത്തെ പഴയ ഓർമ്മകളും എല്ലാം ഇങ്ങനെ മിന്നി മാഞ്ഞു പോകാറുണ്ട്. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളും അതേപോലെ നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണ് കേട്ടോ. കിട്ടുകയാണെങ്കിൽ ആരും ഒഴിവാക്കണ്ട. അതായത് ഇതുപോലെ ഒന്ന് ഉപ്പേരി വെച്ച് നോക്കൂ. അപ്പം നമുക്കിത് എങ്ങനെ വെക്കാൻ നോക്കിയാലോ. ചീര ഞാൻ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് ഉണക്കമുളക്, പിന്നെ ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കടലപ്പരിപ്പ് വേണം. അതുപോലെ തന്നെ ഒരു പിടി തേങ്ങ ചിരകിയതും കൂടെ വേണം. ആദ്യം തന്നെ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വന്നാൽ അതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കടലപ്പരിപ്പ് ഇനി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കടലപ്പരിപ്പ് ഇതാ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉണക്കമുളക് മൂത്ത് വന്നാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പേരിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഇലക്കറി ആയതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർക്കുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നും, പക്ഷെ ഇതൊന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതാ കണ്ടോ, ചീരയുടെ ഇല വാടി കഴിഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നു തുടങ്ങി. കണ്ടോ, ഉപ്പും മഞ്ഞളും ഉള്ളിയും എല്ലാം എല്ലാ ഭാഗത്തും പിടിക്കണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചീര കഴുകുമ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്കിതാ ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതാ ചീരയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ ചീരയ്ക്ക് അത്യാവശ്യം വേവുണ്ട്. അത് കാരണം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഇതാ തുറന്നു നോക്കുമ്പോൾ നമ്മളെ ഉപ്പേരി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ അവസാനമായിട്ട് കുറച്ച് മിനുക്കുപണിയും കൂടെ ബാക്കിയുണ്ട്. ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർക്കണം. തേങ്ങയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ഉപ്പേരി റെഡി. ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് തോരനും മെഴുക്കുരട്ടി ഒന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാം ഉപ്പേരി തന്നെ. ഇപ്പം ഇതാ എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മധുര ചീര ഉപ്പേരി. ചിലരുടെയൊക്കെ വീട്ടിൽ ഈ ചീര ഉണ്ടാവുമായിരിക്കും. ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എപ്പോഴെങ്കിലും ഇതേപോലെ ഈ ചീര കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.